ഞാൻ എൻ്റെ വീടിനെ എല്ലാ വശങ്ങളിലും ചുറ്റുമതിലുകൾ കെട്ടി അടച്ചിടാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ ദേശങ്ങളുടെയും സംസ്കാരങ്ങളുടെയും കാറ്റ് എത്രയും സ്വതന്ത്രമായി എൻ്റെ വീടിനകത്ത് വീശട്ടെ. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ഇവ. ഗാന്ധി ജയന്തി വാരത്തിൽ സബർമതി ആശ്രമത്തിലേക്ക് ഒരു യാത്ര. ഗുജറാത്തിലെ അഹമ്മദാബാദിലെ സബർമതി നദിയുടെ തീരത്താണ് സബർമതി ആശ്രമം. പ്രാർത്ഥനാഭൂമിയും ഇവിടെ കാണാം. രാവിലെയും വൈകുന്നേരവും ഈ തുറന്ന സ്ഥലത്ത് പ്രാർത്ഥന ഉണ്ടായിരുന്നു. സബർമതി ആശ്രമത്തിലെ കെട്ടിടങ്ങൾക്ക് ഓരോന്നിൻ്റെയും പ്രാധാന്യമനുസരിച്ച് പേര് കൊടുത്തിട്ടുണ്ട്. ഹൃദയകുഞ്ച്, വിജയലക്ഷ്മി പണ്ഡിറ്റ് ഗാലറി, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് ഗാലറി, ലൈബ്രറി കെട്ടിടം, വിനോബ മീര മന്ദിരം തുടങ്ങിയവയെല്ലാം ഇവിടെ കാണാൻ കഴിയും. ഗാന്ധി ശിഷ്യരായ ആചാര്യ വിനോബ ഭാവെ, മീരാബെൻ തുടങ്ങിയവർ താമസിച്ചിരുന്ന കെട്ടിടമാണ് വീഡിയോയിൽ കാണുന്നത്. ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധിയും താമസിച്ചിരുന്ന ഹൃദയകുഞ്ചിൻ്റെ വരാന്തയിൽ വെച്ച് ഒരു വനിത ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സന്ദർശകരായ കുട്ടികളോട് സംസാരിക്കുന്നത് കാണാം. തൊട്ടടുത്തു തന്നെ മറ്റൊരു വ്യക്തി ചർക്കയിൽ നൂൽ നൂൽക്കുകയും ചെയ്യുന്നുണ്ട്. ഗാന്ധിജി താമസിച്ചിരുന്ന മുറിയും വീഡിയോയിൽ നമുക്ക് കാണാം. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഇത്. ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും ഇവിടെ പ്രദർശനത്തിനു വേണ്ടി വെച്ചിട്ടുണ്ട്. ഹൃദയകുഞ്ചിൽ നിന്ന് പുറത്തു കടന്നാൽ പഴയകാല ചർക്കകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രദർശന ഹാളിലേക്കാണ് നമ്മൾ. സബർമതി ആശ്രമത്തിൽ നിന്നാണ് ചരിത്രപ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചത്. ചെറിയ ചെറിയ പ്രതിമകൾ ഉപയോഗിച്ച് ദണ്ഡി മാർച്ചിൻ്റെ ഒരു ചിത്രീകരണം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ ജീവചരിത്രം കാണിക്കുന്ന വളരെ ചെറിയ ഒരു തിയേറ്റർ ഷോയും ഇവിടെ ഉണ്ട്. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന കെട്ടിടത്തിൽ ഗാന്ധിജിയുടെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും പല നാഴികക്കല്ലുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധിജി എഴുതിയ കത്തുകൾ, ഗാന്ധിജിക്ക് ലഭിച്ച കത്തുകൾ, ചരിത്രരേഖകൾ തുടങ്ങിയവയെല്ലാം ഇവിടെ കാണാം. ഗാന്ധിജിയുടെ ആഗ്രഹം പോലെ തന്നെ തൻ്റെ വീട് എല്ലാവർക്കുമായി തുറന്നു കൊടുത്തിരിക്കുന്നു. ഓരോ നിമിഷവും മഹാത്മാവിനെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ഇവിടെ ചെലവഴിച്ചത്.